എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം. സർവ ആകർഷണം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ആകർഷിക്കാൻ ആണിനെ പെണ്ണിനെയും, പെണ്ണിനെ ആണിനെയും, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെയും, ഭർത്താവിന് ഭാര്യയ്ക്കും ഇഷ്ടപ്പെട്ട ആളുകളെ ആകർഷിപ്പിക്കാനും അത് വശീകരിക്കാനുമുള്ള ഒരു അമൂല്യ പവറുള്ള ഒരു മന്ത്രമാണ് ഈ പറയുന്നത്. ഇത് 1008 തവണയാണ് നമ്മൾ ആദ്യം ജപിക്കേണ്ടത്. പിന്നെ നമ്മൾ 108 തവണ വീതം നമ്മൾ ദിവസം ജപിക്കുകയാണെങ്കിൽ നമുക്ക് സർവ ലോക വിജയം ഉണ്ടാവും. സർവ്വലോക വിജയം വെച്ചാൽ നമ്മൾ ലോകം മൊത്തം നമ്മൾ കീഴടക്കാനുള്ള അല്ലെങ്കിൽ നമ്മളിലേക്ക് ആകർഷിപ്പിക്കാനുള്ള പവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ കാര്യം. ഈ മന്ത്രം നമ്മളിതുപോലെ തന്നെയാണ് നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടാണ് ജപിക്കേണ്ടത്. പല ആളുകൾക്കും ജോലി സ്ഥലത്ത് എല്ലാവരും വിരോധികളായിട്ട് വരിക, തൊഴിൽ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ഇവൻ ചെയ്താൽ ശരിയാവില്ല എന്ന് പറയുക, വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരു നിലവാരമില്ലാത്ത ഒരാളായി മാറുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് സർവ്വജന ആകർഷണത്തിൻ്റെ ആവശ്യം. ഇപ്പോൾ വീട്ടിൽ തന്നെ വിവാഹം കഴിച്ചു എന്നുണ്ടെങ്കിലും ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയോടോ വേണ്ടതായിട്ടുള്ള ഒരു പ്രണയവും സ്നേഹവും ആത്മാർത്ഥതയും ഇഷ്ടമൊന്നുമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദിവസം ദിവസം കല്യാണം കഴിച്ച് കളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കുടുംബ ബന്ധത്തെ തന്നെ നമുക്ക് ഒന്നാക്കാൻ വേണ്ടിയിട്ട് ഈ മന്ത്രം ജപിച്ചാൽ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, അത് കുറേ കടുക്കും, കുറേ കണ്ട് ഒഴിഞ്ഞു പോവും, പിന്നെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. അങ്ങനെ വിട്ടും പിരിഞ്ഞും അകന്നു നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവരൊക്കെ നമുക്ക് എന്നേക്കുമായിട്ടുള്ള ആ ഒരു സ്നേഹം, ആ ഇഷ്ടം നമുക്ക് നിലനിർത്താൻ ഇതുകൊണ്ട് കഴിയും. അതുപോലെ തന്നെയാണ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ ഈ കാര്യം. തൊഴിൽ സ്ഥാപനം, നമ്മളിപ്പോൾ ഒരു ജോലി അന്വേഷിച്ച് പോയാൽ ആർക്കും വേണ്ട. അവിടെ ജോലി കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് നമ്മളോട് മാത്രം വെറുപ്പ് വരിക. നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പല ക്വാളിഫിക്കേഷൻ ഉണ്ടായാലും ആർക്കും നമുക്കൊരു സെലക്റ്റീവ് ആവാതെ വരിക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാറി പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് ആ വശ്യ പവർ ഉണ്ടാവാൻ വേണ്ടിയിട്ടും സർവ്വ കാര്യങ്ങൾക്കും വേണ്ടപ്പെട്ടവനായി മാറാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ വശീകരണത്തിൻ്റെയും ആകർഷണത്തിൻ്റെയൊക്കെ ആവശ്യം. ഇത് മറ്റൊരു തരത്തിൽ നമ്മളൊരു ഇഷ്ടപ്പെട്ട സ്ത്രീയെ വശീകരിച്ച് ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഈ മന്ത്രജപത്തിനുള്ള ഒരു പ്രത്യേക പഥ്യം എന്ന് പറയുന്നത്. പഥ്യം എന്ന് വെച്ചാൽ നിബന്ധന ഉള്ളത്. അത് നമുക്ക് ഈ മന്ത്രജപം കൊണ്ട് തന്നെ വളരെയധികം ദോഷമായിട്ട് വരാൻ സാധ്യതയല്ല, അത് വളരെയധികം ദോഷമായിട്ട് വരും എന്നാണ് ഈ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ എല്ലാ തരത്തിലുള്ള ജീവിത വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രം നമ്മൾ ജപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നിലവിളക്കോ കത്തിച്ചു വെക്കുന്നത് നല്ലതാണ്. ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ തന്നെ നമ്മളെന്താണ്, രാവിലെ ജപിക്കുകയാണെങ്കിൽ കിഴക്കോട്ട് തിരിഞ്ഞു നിന്നിട്ടും വൈകിട്ട് ജപിക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നാണ് ജപിക്കേണ്ടത്. ജപിക്കുമ്പോൾ കണ്ണടച്ച് നിന്നുകൊണ്ട് നമ്മൾ നിശബ്ദമായി ഏകാഗ്രമായി നമ്മളെ എല്ലാ ചിന്തയെയും ബോധത്തെയും ഒക്കെ ആ ബുദ്ധിയെ ആ ഓർമ്മകളെയൊക്കെ നമ്മൾ കേന്ദ്ര ബിന്ദുവായിട്ടുള്ള 2 പുരികത്തിൻ്റെ നടുക്കിലേക്ക് തന്നെ ധ്യാനിച്ച് ഇങ്ങനെ കൈകൂപ്പി ഇരിക്കുക. ഈ കൈകൂപ്പി ഇരുന്നിട്ട് വേണം നമ്മളെന്താണ് ആദ്യം വേണ്ടത്, ഗുരുക്കന്മാരെ, ഋഷീശ്വരൻ, അതുപോലെ ഗണപതിനെയൊക്കെ സ്മരിച്ചിട്ട് അതിന് ശേഷം പഞ്ചഭൂതങ്ങളെ, നവഗ്രഹങ്ങളെ, യോഗീശ്വരന്മാരെ, ഋഷീശ്വരന്മാരെ, ധർമ്മദേവതകളെ ഒക്കെ നന്നായി പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിച്ചിട്ട് തന്നെ നമ്മളൊരു നിശബ്ദമായി ഇരുന്നു കൊണ്ടാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. ഈ മന്ത്രം നമ്മൾ ആദ്യത്തെ ദിവസം 1000 തവണയും പിന്നീട് നമുക്ക് 108 തവണയാണ് ജപിക്കേണ്ടത്. ഇത് ദൈനംദിന ജീവിതത്തിൽ തന്നെ ഈ പ്രതിസന്ധിയുള്ള ആളുകൾക്ക് ജപം നിലനിർത്തി കൊണ്ടുപോകാം. അതല്ലെങ്കിൽ നമ്മളൊരു 21 ദിവസമോ അല്ലെങ്കിൽ 41 ദിവസമോ ജപിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങിയാൽ നിർത്തേണ്ടവർക്ക് നിർത്താം, ഇല്ലെങ്കിൽ തുടർന്ന് ജപിക്കാം. അതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. കാരണം ഇതൊക്കെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളാണ്. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ നിർത്തണമെങ്കിൽ നിർത്താവുന്നതാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരു ശത്രുബാധയ്ക്ക് വേണ്ടി ഒരു മന്ത്രം ജപിച്ചു ജീവിതകാലം മുഴുവൻ ആ മന്ത്രം ജപിച്ച് നടക്കുക എന്നല്ല. ശത്രുബാധ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ആ മന്ത്രജപം നമുക്ക് നിർത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ദൃഷ്ടിബാധ, കരിങ്കണ്ണ്, കരിനാവ് ദോഷങ്ങളെ കൊണ്ട് സർവ്വജന വിരോധമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ സർവ്വജന ആകർഷണം ഒന്നുമില്ലാതെ വൈരുദ്ധ്യമായിട്ട് നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് അയാളുടേതായിട്ടുള്ള ആകർഷണ പവർ തിരിച്ചു കിട്ടുകയാണെങ്കിൽ പിന്നെ ഈ മന്ത്രജപം നമുക്ക് നിർത്താവുന്നതാണ്. കാരണം അതാണ്, ഒരു ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം. അതാണ് ഈ മന്ത്രജപത്തിൻ്റെ മറ്റൊരു പ്രത്യേകത.
അപ്പോൾ ഇത് ജപിക്കേണ്ടത് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക. മന്ത്രം ഇതാണ്: ഓം ഹ്രീം രക്ഷ രക്ഷ ചാമുണ്ടേ തുരു തുരു ആമുഖിം ആകർഷയ ആമുഖിം ആകർഷയ ഹ്രീം. ഈ ആമുഖിം എന്നുള്ളിടത്ത് നമ്മൾ എന്താണ്, ഇഷ്ട ആളുടെ പേര് ചേർത്തിട്ടാണ് അവിടെ ചെല്ലേണ്ടത്. നമ്മൾ സർവജനാണെങ്കിൽ സർവജന മാകർഷയ എന്ന് ചേർക്കണം. ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ പേര് അവിടെ ചേർക്കണം. അങ്ങനെ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഉണ്ടാവുക. ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ പേര് ചേർക്കുക, ഭർത്താവാണെങ്കിൽ ഭർത്താവിൻ്റെ പേര് ചേർത്തിട്ടാണ് അത് ജപിക്കുക. അപ്പോൾ ഈ എഴുതിയതിൻ്റെ സാമ്പിളാണത്. അപ്പോൾ ആ രീതിയിൽ ജപിച്ചു കഴിഞ്ഞതിന് ശേഷം 1000 തവണ നമ്മൾ ആദ്യത്തെ ദിവസം ജപിച്ചു. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മൾ എന്താണ് 108 തവണ ഓം നമഃ ശിവായ എന്നും 108 തവണ ഓം നമോ നാരായണായ നമ എന്നും നമ്മൾ ജപിക്കണം. എന്നെങ്കിൽ മാത്രമാണ് ഇതിന് പരിപൂർണമായിട്ടുള്ള ആ ഫലം നമുക്ക് കിട്ടുള്ളൂ. അത് പ്രായശ്ചിത്തം എന്നാണ് പറയുക. അപ്പോൾ ഇത് ജപിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആദ്യത്തെ ദിവസം 1000 ജപിച്ചതിന് ശേഷം പിന്നെ നമ്മൾ 108 തവണ വീതം ദിവസം ജപിക്കുക. അത് 1000 ജപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 1000 ജപിക്കാം, സമയത്തിനനുസരിച്ച് ജപിക്കാം. ഇത് ചെറിയൊരു മന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1000 തവണ ജപിക്കാൻ സമയം ഉണ്ടെങ്കിൽ അത് ജപിക്കാം, അല്ലെങ്കിൽ 336 തവണ ജപിക്കാൻ പറ്റുകയാണെങ്കിൽ ജപിക്കാം. ഇല്ലെങ്കിൽ 1000 തന്നെ ഒപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഇതിന് ഫലമായി. ഈ ഫലം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ ആകർഷിച്ച് ജപിക്കുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ മുഖത്തെ 2 പുരികത്തിൻ്റെയും നടുക്കിൽ ആ മുഖം നമ്മൾ ധ്യാനിച്ചുകൊണ്ട് വേണം ജപിക്കാൻ. ഒരു സർവജന ആകർഷണമാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രകാശഗോളമായിട്ട് സങ്കല്പിച്ചിട്ട് വേണം ജപിക്കാൻ. ഈ ജപത്തിൻ്റെ പവർ തന്നെ നമ്മുടെ മനസ്സിനെ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ജപിക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിന് പരിപൂർണമായിട്ടുള്ള ഫലം കിട്ടുള്ളൂ. അങ്ങനെ അതുമാത്രമല്ല, നമ്മൾ നിശബ്ദമായിട്ട് റിലാക്സ് ചെയ്തുകൊണ്ട് ജപിക്കും കൂടി വേണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇതിനൊന്നും ആ പൂർണ്ണമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടില്ല. കാരണം വെച്ചാൽ ഒരു കാര്യം തന്നെ 100 ആൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ മന്ത്രജപങ്ങളൊക്കെ 100 ആൾ ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇത് പലവർക്കും പല തരത്തിലുള്ള ഫലം കിട്ടുക. അതിൻ്റെ കാരണം തന്നെ അവരുടെ ശ്രദ്ധയുടെയും കോൺസെൻട്രേഷൻ്റെയും ഏകാഗ്രതയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സംഭവത്തിലേക്ക് വരിക, റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ജപിക്കുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ഈ രീതിയിലായി കഴിഞ്ഞാൽ പരിപൂർണ ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതുപോലെ ശ്രദ്ധിച്ചുകൊണ്ട് ആണ് ചെയ്തു കഴിഞ്ഞാൽ പരിപൂർണ ഫലം കിട്ടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ.